ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ടൊരു കിടിലനായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4-5 ഏലക്ക ഇതുപോലെ ഒന്ന് ചതക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്തേക്കും ഇതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്ത് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലനായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിന് ഫില്ലിംഗ് ആയിട്ടൊരു ക്രീമാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് അല്പം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ക്രീം ഒന്ന് തിക്കായി വരുന്നത് വരെ പാൽപ്പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വാനില എസൻസും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പിലേക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ ബ്രെഡിൻ്റെ മുകളിലേക്കും ഇതുപോലെ ഒന്ന് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാഷ്യൂ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ചെറീസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കിടിലനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.